ചങ്ങനാശ്ശേരി ടൗൺ എൽ പി സ്കൂളിലാണ്. ചങ്ങനാശ്ശേരി ടൗൺ എൽ പി സ്കൂളിലാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുന്നവർ. ജില്ലാ ഭരണകൂടം, സർക്കാർ എല്ലാവരും ശ്രദ്ധിക്കണം. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിലാണ് 150 മനുഷ്യർ ദുരിതമനുഭവിക്കുന്നവർ. അവരെ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണമില്ല. എത്രയും വേഗം അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. കുട്ടികളുണ്ട്, വയോധികരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, സ്ത്രീകളുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. കഴിഞ്ഞ എത്രയോ മണിക്കൂറായി അവർ വിശന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥർ അവരോട് ആവശ്യപ്പെടുന്നത് സ്വന്തം നിലയ്ക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാനാണ്. അതല്ല എങ്കിൽ തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലുമുള്ള ക്യാമ്പുകളിൽ പോയി ഭക്ഷണം കഴിക്കാനാണ്. ഇത് ശരിയായ രീതിയല്ല. അവർക്ക് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരുടെ വീടുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അവർ പായിപ്പാട് 1-ാം വാർഡിലെ 150 പേരാണ്. പായിപ്പാട് 1-ാം വാർഡിൽ നിന്നുള്ള അവിടുത്തെ വീടുകളിൽ നിന്നുള്ള 150 പേരാണ് ഈ ഒരു ക്യാമ്പിലുള്ളത്. അപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളാണ് ഈ ക്യാമ്പ്. അപ്പോൾ അവിടെ 150 പേരുണ്ട്. അവിടെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വയോധികരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം എത്തുന്നില്ല എന്ന പ്രശ്നമാണ്. അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. അഖിൽ, നേരത്തെ അവിടെ എത്തിയ ഉദ്യോഗസ്ഥർ എന്താണ് പറഞ്ഞത്? നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ സുനിൽ അവർ പറഞ്ഞിരുന്നത് എത്രയും പെട്ടെന്ന് ഭക്ഷണം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവരോട് തന്നെയാണ് അവർ സംസാരിക്കുകയും ചെയ്തത്. ഇവരോട് തന്നെയാണ്, ഈ ചേട്ടനോടാണ് വില്ലേജ് ഓഫീസർ സംസാരിച്ച് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഭക്ഷണം കൊണ്ടുവരുന്നല്ലേ പെട്ടെന്ന് കൊണ്ടുവരുന്ന പറഞ്ഞത്. പക്ഷേ ഇതുവരെ 2 മണിയായിട്ട് വരും വന്നിട്ടില്ല. പറഞ്ഞിട്ട് അരമണിക്കൂറിലധികം സമയമായി. ഇതുവരെ വന്നില്ല. വരുമെന്ന് ആ സാർ പറഞ്ഞു. ആ സാറാണ് ഇവിടെ ബ്രെഡും പുള്ളിയുടെ സ്വന്തം പൈസക്കാണ് ബ്രെഡും പഴവും കൊണ്ടു തന്നത്. ആ സാർ നമുക്ക് എല്ലാം പറയാൻ പറ്റൂ. ഇത് ആദ്യമായിട്ടല്ല ക്യാമ്പിൽ കിടക്കുന്നത്, ഇത്തരം ഒരു അനുഭവം. പക്ഷേ 2018 കഴിഞ്ഞ പിന്നെ ഇപ്പോൾ അത് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 2018 പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആഹാരവും ഉണ്ടായിരുന്നു. നമുക്ക് പോകുമ്പോൾ നേരെ നമ്മളെ വീട്ടിലേക്കുള്ള തുണികളും തരുമായിരുന്നു, അലമാരി വരും തരുമായിരുന്നു, ഡ്രസ്സുകൾ വരും തരുമായിരുന്നു. ഇത്തോടെ വന്നിട്ട് നമുക്ക് ആഹാരം പോലും ഇല്ല. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇവർ ഈ ബന്ധപ്പെട്ട അധികൃത ഭാഗത്തുമായിട്ട് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇപ്പം നമ്മൾ വന്നിട്ട് ഇന്നലെ വന്നിട്ട് ഇതുവരെ ഒരു സാധനം തന്നിട്ടില്ല. നമ്മളൊക്കെ ഉള്ള പൈസ അയക്ക് മേടിച്ചിപ്പം ഇന്ന് ഭക്ഷണം മേടിക്കാൻ പോലും നമ്മുടെ ഈ പൈസ